എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. അപ്പൊ എന്റെ മക്കളെ എല്ലാവരും ഇതാ ക്രിസ്മസ് എക്സാമിന് വേണ്ടി അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. അപ്പൊ എക്സാമിന് നമുക്കറിയാം ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസസ്, പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ അകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ചോദ്യം ഇതാണ്: ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു പ്യുവർ സബ്സ്റ്റൻസസ് ആൻഡ് മിക്സ്ചേഴ്സ്. അല്ലെ, ഇവിടെ കുറെ ആൾക്കാർ തന്നിട്ടുണ്ട്. അവർ നമ്മൾ എന്ത് ചെയ്യണം? ശുദ്ധ പദാർത്ഥങ്ങൾ, മിശ്രിതങ്ങൾ എന്നിങ്ങനെ തരം തിരിച്ചെഴുതണം. അപ്പൊ ആദ്യം നമുക്ക് ഇവരൊക്കെ ആരാന്ന് തിരിച്ചറിയണം വേണ്ടേ? അപ്പൊ എന്താണ് ഒരു പ്യുവർ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ശുദ്ധ പദാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, പ്യുവർ ആയിട്ടുള്ള ആളാണ്. അതായത് എന്താണ്? ഇഫ് എ സബ്സ്റ്റൻസ് കണ്ടെയ്ൻസ് ഓൺലി വൺ ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ഇറ്റ് ഈസ് നോൺ ആസ് പ്യുവർ സബ്സ്റ്റൻസ്. അല്ലെ, ഒരു പദാർത്ഥം നമ്മൾ എടുത്തു നോക്കുകയാണ്, ആ പദാർത്ഥത്തിന്റെ അകത്ത് ഒരേ തന്മാത്രകളെയാണ് നമ്മൾ കാണുന്നത്, ഒരേ ടൈപ്പ് തന്മാത്രകളെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ അവരെ നമ്മൾ എന്ത് വിളിക്കും? ശുദ്ധ പദാർത്ഥം അഥവാ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വിളിക്കുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾസ് നോക്കിയാൽ നിങ്ങൾ വാട്ടർ, സോൾട്ട്, അലൂമിനിയം അല്ലെ, ഗ്ലിസറിൻ, ബേക്കിംഗ് സോഡ, കോപ്പർ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഓക്സിജൻ, സിൽവർ, അതുപോലെ കോപ്പർ സൾഫേറ്റ്, തുരിശ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആണ്. ഇവരൊക്കെ എങ്ങനെയാ ശുദ്ധ പദാർത്ഥം ആവുന്നത്? ഇവരെയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവരിലൊക്കെ എന്താണ്? ഇവരുടെ ഒരേ ടൈപ്പ് തന്മാത്രകൾ അല്ലെങ്കിൽ മോളിക്യൂൾസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അല്ലാതെ അതിൽ കൂടുതൽ ആൾക്കാരൊന്നും അതിനകത്ത് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്യുവർ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ശുദ്ധ പദാർത്ഥം എന്ന് നമ്മൾ വിളിക്കുന്നത് അല്ലെ. അപ്പൊ ആരാണ് മിക്സ്ചേഴ്സ്? എന്തിനാണ് നമ്മൾ മിശ്രിതം എന്ന് വിളിക്കുന്നത്? അതിനെന്താണ്? ഇതിന്റെ നേരെ അടുത്തൊരു രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ മതി. എന്താണത്? ഇഫ് ദർ ആർ മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ എ സബ്സ്റ്റൻസ് അല്ലെ, ഒരു പദാർത്ഥം നമ്മൾ നോക്കുകയാണ്, ആ പദാർത്ഥത്തിനകത്ത് ഒന്നിലധികം തന്മാത്രകൾ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഉറപ്പിക്കുക അതെന്താണ്? അതൊരു മിക്സ്ചർ അല്ലെങ്കിൽ മിശ്രിതമാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് മിക്സ്ചേഴ്സിനെ രണ്ടായിട്ട് തിരിക്കാം അല്ലെ. മിശ്രിതങ്ങൾ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒരെണ്ണമാണ് ഹോമോജീനിയസ് മിക്സ്ചർ അല്ലെങ്കിൽ ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഷുഗർ സൊല്യൂഷൻ എടുത്തു അല്ലെ, ഷുഗർ സൊല്യൂഷനോ സോൾട്ട് സൊല്യൂഷനോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ, പഞ്ചസാര, വെള്ളം, അതല്ലെങ്കിൽ നമ്മുടെ ഉപ്പിലായനിയൊക്കെ എടുത്തു എന്ന് വിചാരിക്കാം. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താ? ഇതിനകത്ത് രണ്ട് തരം തന്മാത്രകൾ അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ട് അല്ലെ. പഞ്ചസാരയുടെ മോളിക്യൂളും ഉണ്ട്, വാട്ടർ മോളിക്യൂൾസും ഉണ്ട്. അതായത് ഇപ്പൊ സോൾട്ട് സൊല്യൂഷൻ എടുക്കുന്ന ആളാണെങ്കിൽ അതിനകത്ത് സോൾട്ടിന്റെ മോളിക്യൂൾ ഉണ്ട്, ഉപ്പിന്റെ തന്മാത്രകൾ ഉണ്ട്, കൂട്ടത്തിൽ എന്തുണ്ട്? നമ്മുടെ വാട്ടറിന്റെ ജല തന്മാത്രകളും ഉണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ രണ്ടുപേരും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? അതിനെ മിശ്രിതം എന്ന് വിളിക്കും. പക്ഷേ ഇവരെ നമുക്ക് ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് വേറെ വേറെ കാണാനൊക്കെ സാധിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരു വെള്ളം കലക്കിയിട്ട് അല്ലെ, പഞ്ചസാര വെള്ളം, ഉപ്പ് വെള്ളം ഒക്കെ തയ്യാറാക്കിയിട്ട് നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും എന്താണ്? നമുക്ക് അവരെ നോക്കുമ്പോൾ ഒരേപോലെ തോന്നാറുണ്ട് അല്ലെ. നമുക്കിങ്ങനെ വേർതിരിച്ചൊന്നും അവരെ കാണാൻ സാധിക്കാറില്ല. അപ്പൊ അങ്ങനെയുള്ള മിശ്രിതങ്ങൾ അല്ലെങ്കിൽ മിക്സ്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അതായത് ത്രൂ ഔട്ട് അതിന് ഒരേപോലെ ആയിരിക്കും അല്ലെ കാണാനായിട്ട്. If a mixture exhibits the same property throughout, that is called a homogeneous mixture. ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? ഹോമോജീനിയസ് അല്ലെങ്കിൽ ഏകാത്മക മിശ്രിതം എന്ന് നമ്മൾ വിളിക്കുന്നു. ഒരു സ്പൂൺ എടുത്ത് നിങ്ങൾ ഇതിന് ഏത് ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് വേറെ വേറെ ഈ പറയുന്ന ഷുഗറിനെയോ വെള്ളത്തിനോ അല്ലെങ്കിൽ സോൾട്ടിനെയോ വെള്ളത്തിനെയോ വേറെ വേറെ ഒന്നും ആക്കി കാണാനൊന്നും നമുക്ക് സാധിക്കാറില്ല അല്ലെ, മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ അങ്ങനെ വിളിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും ഹെട്രോജീനിയസ് അല്ലെങ്കിൽ ഭിന്നാത്മകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു മിക്സ്ചറിന്റെ ആ ഡിഫറെന്റ് പാർട്ട് നമ്മൾ നോക്കുമ്പോൾ ഡിഫറെന്റ് പ്രോപ്പർട്ടി ആണ് എക്സിബിറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് വ്യത്യസ്ത ഭാഗത്തിന് വ്യത്യസ്ത ഗുണമാണെങ്കിൽ നമുക്കതിന് എന്ത് വിളിക്കാം? ഹെട്രോജീനിയസ് മിക്സ്ചർ അല്ലെങ്കിൽ ഭിന്നാത്മക മിശ്രിതം എന്ന് വിളിക്കാം. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരൊക്കെ എന്താണ്? മിക്സ്ചേഴ്സ് ആണെന്നല്ലേ. കാരണം ഇതാ നോക്കിയാൽ നിങ്ങൾ, ഇതിപ്പോ മഡി വാട്ടർ ആണ്, ചെളി വെള്ളമാണ് അല്ലെ. താഴെ ഇതാ കുറച്ച് ചെളി കിടക്കുന്നുണ്ട്, ഇടയിലൊക്കെ ആയിട്ട് കുറച്ച് മണൽ ഉണ്ടായിരിക്കും അല്ലെ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിലപ്പോൾ നമുക്ക് ഉണങ്ങിയ ലീവ്സ്, ഇലകളൊക്കെ കാണാൻ പറ്റും. അങ്ങനെയല്ലേ നമ്മൾ കുറച്ച് മണൽ എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയാലുണ്ടാവുക. അപ്പൊ നമുക്ക് നമ്മുടെ നേക്കടായി വെച്ച് തന്നെ നമ്മൾ കാണുന്നുണ്ട് ഇതിനകത്ത് പല തരത്തിലുള്ള ആൾക്കാരുണ്ടെന്ന് നമുക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരേ ഗുണമാണ് ഓരോ ഭാഗത്തും ഉള്ളത് അല്ല. ഇവിടുന്ന് ഒരു സ്പൂണും ഇവിടുന്ന് ഒരു സ്പൂണും ഏറ്റവും താഴ്ന്ന ഒരു സ്പൂണും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്തല്ലേ ഓരോരോ തന്മാത്രകൾ അല്ലെങ്കിൽ ഓരോരോ പദാർത്ഥങ്ങളിൽ തന്നെ എന്താണ് വ്യത്യസ്ത ആൾക്കാരെ നമുക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മിക്സ്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹെട്രോജീനിയസ് മിക്സ്ചർ അഥവാ ഭിന്നാത്മക മിശ്രിതം എന്ന് പറയുന്നത്. നമ്മൾ കുടിക്കുന്ന സംഭാരം ഒക്കെ എന്താണ്? ഇതിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം?
ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള ആൾക്കാരുടെ തരംതിരിച്ചൂടെ? അപ്പൊ തരംതിരിക്കുന്ന സമയത്ത് നോക്കിയാൽ ആദ്യം തന്നെ ഷുഗർ സൊല്യൂഷൻ ആണ്. അപ്പൊ ഷുഗർ സൊല്യൂഷൻ അല്ലെങ്കിൽ പഞ്ചസാര ലായനി എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ മനസ്സിലാക്കുക, അതിനകത്ത് ഷുഗറും ഉണ്ട്, നമ്മളിപ്പോ തന്നെ കണ്ടു അല്ലെ, വാട്ടറും ഉണ്ട്, പഞ്ചസാരയും ഉണ്ട്, ജലവും ഉണ്ട്. അപ്പൊ രണ്ടിന്റെ തന്മാത്രകൾ ഉണ്ടാവില്ലേ? സോ അത് എന്തിന് എക്സാമ്പിൾ ആണ്? അതൊരു മിക്സ്ചർ ആണ് അല്ലെ. മിക്സ്ചർ അല്ലെങ്കിൽ എന്താണ്? മിശ്രിതത്തിന് ഉദാഹരണമാണ്. അടുത്തത് സോഡയാണ്. സോഡ എന്ന് പറയുമ്പോഴും നമുക്കറിയാം സോഡ എങ്ങനെയാ തയ്യാറാക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ജലത്തിൽ ലയിപ്പിച്ചിട്ടാണ് അല്ലെ. ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട് അവിടെ, ജലവും ഉണ്ട് അവിടെ. അപ്പൊ രണ്ടിന്റെയും തന്മാത്രകളില്ലേ? അതുകൊണ്ട് സോഡയും എന്തിന് എക്സാമ്പിൾ ആണ്? മിക്സ്ചറിന് എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ മിശ്രിതത്തിന് എന്താണ്? എക്സാമ്പിൾ ആണ്. അടുത്തത് ഓക്സിജൻ ആണ്. ഓക്സിജൻ നമുക്കറിയാം പ്യുവർ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് അല്ലെ. നെക്സ്റ്റ് എയർ. എയർ അല്ലെങ്കിൽ വായു എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറേ ഗ്യാസസ്, കുറേ വാതകങ്ങളുടെ ഒരു മിശ്രിതം അല്ലേ. അതുകൊണ്ട് നമുക്ക് മാർക്ക് ചെയ്യാം അല്ലെ, മിക്സ്ചർ അല്ലെങ്കിൽ എന്താണ്? മിശ്രിതം. അപ്പൊ ഇതിനകത്ത് മിക്സ്ചർ അല്ലെങ്കിൽ മിശ്രിതം മാത്രമാണ് മാർക്ക് ചെയ്തത്, അതായത് യെല്ലോ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തത്. അപ്പൊ അല്ലാത്ത ആളുകൾ മെർക്കുറി ഉണ്ട്, അയേൺ ഉണ്ട്, കോപ്പർ സൾഫേറ്റ് അല്ലെ, തുരിശ് ഉണ്ട്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? പ്യുവർ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ശുദ്ധ പദാർത്ഥത്തിന് ഉദാഹരണങ്ങളാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആരെ വേണമെങ്കിലും എന്ത് ചെയ്യാം? തരംതിരിക്കുക. ഇപ്പൊ കോപ്പർ സൾഫേറ്റ് ആണെങ്കിൽ കോപ്പർ സൾഫേറ്റിന്റെ തന്മാത്രകളെ ഉണ്ടാവുള്ളൂ അല്ലെ. അയേൺ ആണെങ്കിൽ അയേൺ മാത്രമേ ഉണ്ടാവുള്ളൂ, ഓക്സിജൻ ആണെങ്കിൽ ഓക്സിജൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരാൾ മാത്രം ഒരേ ഇനം തന്മാത്ര അല്ലെങ്കിൽ ഒരേ ഇനം മോളിക്യൂളേ ഉള്ളെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസ്, ഒന്നിന് കൂടുതൽ ഉണ്ടെങ്കിൽ മിക്സ്ചേഴ്സ് അഥവാ എന്താണ്? മിശ്രിതങ്ങൾ. അപ്പൊ ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട് അല്ലെ. നമുക്ക് ക്രിസ്മസ് എക്സാം ആകുമ്പോഴത്തേക്ക് കുറെ കാര്യങ്ങൾ പഠിക്കണം. ആനുവൽ എക്സാം ആകുമ്പോഴേക്ക് നമുക്ക് കംപ്ലീറ്റ് 6ന്റെ സിലബസ് കവർ ചെയ്യണം. നമുക്കറിയാം ചാപ്റ്റർ ഒക്കെ ഈ തവണ മാറിയതായതുകൊണ്ട് തന്നെ നമുക്ക് അറിയില്ല എങ്ങനെയൊക്കെയാണ് എക്സാം വരിക എന്നുള്ളത്. അപ്പൊ അതനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വജ്ര ബാച്ച് ഒരുങ്ങിയിരിക്കുന്നത്. അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു മെഗാ ഓഫർ ഉണ്ട്. ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് 30% ഡിസ്കൗണ്ടോട് കൂടിയിട്ട് എന്ത് ചെയ്യാം? ബാച്ച് പർച്ചേസ് ചെയ്യാം. അപ്പൊ മക്കൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സൈലന്റ് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ പറയുന്ന എന്താണ് കൂപ്പൺ കോഡ് ഉണ്ട് MEGA30 എന്ന് പറയുന്ന ഈ ഒരു കോഡ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 30% ഓഫോട് കൂടിയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ മാക്സിമം ഈ ഒരു അവസരം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ക്ലാസ് 6 സെറ്റ് ആക്കണം അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് നോക്കാനുണ്ട്, അതൊക്കെയായിട്ട് മിസ് വീണ്ടും വരും. വീണ്ടും കാണാടാ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.